കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ വോട്ടർ പട്ടിക പരിശോധിക്കാൻ UDF ബൂത്ത് തലങ്ങളിൽ പരിശോധന തുടങ്ങാൻ നിർദ്ദേശം നൽകി. കേരളത്തിൽ കള്ളവോട്ടിന് നേതൃത്വം നൽകുന്നത് CPIM ആണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ആരോപിച്ചു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ദുരാരോപണമാണ് UDFന്റേതെന്ന് മന്ത്രി MP രാജേഷ് കുറ്റപ്പെടുത്തി. നിലവിലുള്ള വോട്ടർ പട്ടികയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ UDF ആരോപിക്കുന്നുണ്ട്. അതിനിടയിലാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി, ഡെമോക്രസി ഡിസ്ട്രോയിഡ് എന്ന പേരിൽ തെളിവുകൾ നിരത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്തെത്തിയത്. വോട്ട് ചോരി കേരളത്തിലുമുണ്ടെന്ന് UDF പറയുന്നു. മരിച്ചുപോയവർ വരെ പട്ടികയിലുണ്ട്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയവരുടെ പട്ടികയിലും. കള്ളവോട്ട് കൂടുതൽ ചേർക്കുന്നത് കേരളത്തിൽ CPM ആണെന്നാണ് UDF ആരോപണം. BJPയും ചെയ്യുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടുകൾ പോലും നിർണായകമാണ്. അതുകൊണ്ട് എല്ലാ തലത്തിലും സമ്പൂർണ്ണ പരിശോധനയാണ് ലക്ഷ്യമിടുന്നതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. CPM ആണ് ഇതിന്റെ ശാസ്ത്രീയമായി ഓരോ ആളുകളെയും എവിടൊക്കെയാണ്, എന്തൊക്കെയാണ്, അവർക്ക് എവിടൊക്കെ വോട്ട് വേണം, അത് ഓരോ വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ BJPയുടെ നേതൃത്വവും ആ കാര്യങ്ങൾക്ക് പ്രത്യേകം നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അവരും ഇത് തന്നെ പലയിടത്തും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ നേരിടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. KPCC തലത്തിലും പരിശോധനയുണ്ടാകും. അർഹതയുള്ളവർ മാത്രം പട്ടികയിൽ പേര് ചേർക്കപ്പെടണം, അർഹതയില്ലാത്തവർ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ ഞങ്ങൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളാണ് ഇതെല്ലാമെന്ന് മന്ത്രി MP രാജേഷ്. അതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന ദുരാരോപണമാണ്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നിയന്ത്രണത്തിലുമാണ് നടന്നിട്ടുള്ളത്. ആ സമയത്ത് ജീവനക്കാരെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണുള്ളത്. എന്നാൽ തെളിവുകൾ ചൂണ്ടിക്കാട്ടിയാണ് UDFന്റെ പ്രതിരോധമെന്ന് കൺവീനർ പറയുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തെളിയിച്ചതാണ്, രേഖകൾ സഹിതം. അന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരെ പരാതി നൽകിയ ശേഷമാണ് നടപടിയുണ്ടായത്. ഈ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇത്തരം വോട്ടുകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള വോട്ടർ പട്ടികയും ഇപ്പോൾ പേര് ചേർത്തുകൊണ്ടിരിക്കുന്ന പുതിയതായി വരാൻ പോകുന്ന വോട്ടർ പട്ടികയും വിശദമായി പരിശോധിക്കും. ഘടകകക്ഷികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ അതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ നിയമപരമായി നീങ്ങാനും UDF ആലോചിക്കുന്നുണ്ട്. ഡു ഓർ ഡൈ, ഈ സാഹചര്യമാണ് UDFനെ സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടേണ്ടത് അനിവാര്യവും. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അത് നേതൃത്വത്തിലുള്ള വിശ്വാസം അണികൾക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ടാക്കും. അതുകൂടി കണ്ടാണ് ഈ മുൻകരുതൽ. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.